better life for better living. നമ്മുടെ ലൈഫിലെ ഓരോ പ്രശ്നങ്ങൾക്ക് ഓരോ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. ഇപ്പോൾ തലവേദനയാണെങ്കിൽ അതിന് ഒരു മരുന്നായിരിക്കും, അല്ലെങ്കിൽ പനിയാണെങ്കിൽ ഒരു മരുന്നായിരിക്കും, അല്ലെങ്കിൽ വയറുവേദനയാണെങ്കിൽ ഒന്നായിരിക്കും. അതേപോലെ നമുക്ക് മെൻ്റലി നമ്മൾ അപ്സെറ്റ് ആണെങ്കിൽ അതിന് ചിലപ്പം ഡിപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെതായ മരുന്നുകളോ സൈക്കാട്രിസ്റ്റോ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാത്തിനും ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ഉണ്ട്, ആൻഡ് ദാറ്റ്സ് യോഗ. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, അല്ലേ? യോഗ പരിശീലിക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഐ ആം മച്ച് മോർ ബ്യൂട്ടിഫുൾ എന്നുള്ളത്. സോ നമുക്കിന്ന് യോഗയുടെ ചില വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഓരോ ആക്ഷൻസ്, ഓരോരോ സ്റ്റെപ്സ് നമുക്ക് കണ്ടു നോക്കാം. ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. നമസ്കാരം, ഞാൻ ആനന്ദ് നാരായൺ. എല്ലാവർക്കും ശ്രീ യോഗയുടെ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് സ്നേഹസ്വാഗതം. ഈ കഴിഞ്ഞ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ലോക ജനസംഖ്യയുടെ 40% ആൾക്കാർ യോഗ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് യോഗ എത്ര പോപ്പുലറായി, എത്ര ഫേമസ് ആയി മാറുന്നത്? മനസ്സിന് ഒരു കുളിർമ, മനസ്സിൻ്റെ പിരിമുറുക്കത്തിൽ നിന്ന് നമുക്ക് ഒരു രക്ഷപ്പെടൽ, പിന്നെ ശരീരത്തിന് രോഗങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മുക്തി, അങ്ങനെ ഒരുപാട് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വണ്ണം കുറയ്ക്കാം, ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാം, അങ്ങനെ പല രീതിയിൽ കോൺസെൻട്രേഷൻ കൂട്ടണം, ക്രിയേറ്റിവിറ്റി കൂട്ടണം എന്ന് തോന്നുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അത് കൂട്ടാം. ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും, നമുക്ക് ജീവിതത്തിൽ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം യോഗയിൽ കണ്ടെത്താം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൺലൈനിലൂടെയും യോഗ ക്ലാസ്സുകൾ വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. അപ്പോൾ ടെലിവിഷനിൽ നിങ്ങൾ യോഗ കണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ ഈ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ട് തന്നെ യോഗ ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു സങ്കല്പത്തോടെ, നല്ലൊരു ആവേശത്തോടെ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് ആരംഭിക്കാം. കോവിഡ് പോസിറ്റീവായിട്ടുള്ളവർക്കും ഈ യോഗ എക്സസൈസസ്, ഇന്നത്തെ എപ്പിസോഡിലുള്ള എക്സസൈസസ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള കുറച്ച് സൂക്ഷ്മ യോഗയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ആസനങ്ങളും ഇതുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ തുടങ്ങാം. ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് ജേർണി ഓഫ് യോഗ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂക്ഷ്മ യോഗ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. അതെന്താണ് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അതിനുശേഷം നമ്മൾ മാറ്റിലിരുന്നു കൊണ്ട് 3 ആസനങ്ങൾ കൂടി ചെയ്യും. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആസനങ്ങൾ ആദ്യം പർവ്വതാസന ഓർ മൗണ്ടൻ പോസ്, അതിനുശേഷം ഭുജംഗാസനം, കോബ്ര പോസിൻ്റെ ഒരു വേരിയേഷൻ, നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതല്ല, മറ്റൊരു രീതിയിൽ നമുക്കത് ചെയ്യാം. പിന്നെ ഏറ്റവും അവസാനം മകരാസനം. ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ ഡോക്ടേഴ്സ് വരെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിലാക്സേഷൻ പ്രോസസ്സാണ് മകരാസനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പൊസിഷനാണ് മകരാസനം. അപ്പം ഈ 4 എണ്ണവും നമുക്കിന്ന് പഠിക്കാം. ആദ്യം തുടങ്ങുന്നത് സൂക്ഷ്മയോഗ. സൂക്ഷ്മയോഗ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെയാണ്, സൂക്ഷ്മമായിട്ടുള്ളൊരു ശ്രദ്ധയോടുകൂടി നമ്മൾ യോഗ ചെയ്യുമ്പോൾ അതാണ് സൂക്ഷ്മയോഗയായി മാറുന്നത്. പക്ഷേ എല്ലാ രീതിയിലും സൂക്ഷ്മതയോടെ തന്നെയാണ് നമ്മൾ എല്ലാ ആസനങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് ബോഡിയുടെ ഓരോ ജോയിൻസിലായിരിക്കും. അപ്പം ജോയിൻറ്റ് റൊട്ടേഷൻ, ജോയിൻറ്റ് സ്ട്രെച്ചിങ്, ബെൻഡിങ്, ഇതൊക്കെയാണ് യോഗയുടെ ഭാഗം. പിന്നെ മറ്റൊരു കാര്യം, ശ്വാസത്തിലും ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ജോയിൻറ്റ് റൊട്ടേഷൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. കാലിൻ്റെ അടി തൊട്ട് മുടി വരെ എല്ലാ ഭാഗങ്ങളിലുള്ള ജോയിൻറ്റ്സും നമുക്കൊന്ന് ആട്ടിവിടാം. അപ്പോൾ സൂക്ഷ്മയോഗയിൽ നമ്മൾ ശരീരത്തിൻ്റെ 7 ജോയിൻറ്റുകളാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പം തുടങ്ങാൻ പോകുന്നത് ആങ്കിൾസിൽ നിന്നാണ്, കണങ്കാല്. അപ്പോൾ വലത് കാല് മുമ്പോട്ട് ഉയർത്തി വയ്ക്കാം. വേണമെങ്കിൽ ബാലൻസ് പോകുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാം. എന്നിട്ട് പതുക്കെ കാലിൻ്റെ കുഴ 3 തവണ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും പിന്നെ 3 തവണ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കറക്കുക. സമയമെടുത്ത് ചെയ്യാം. 3 or 5 റൗണ്ടുകൾ ഓരോ ദിശയിലേക്കും ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്വാസത്തിലും പിന്നെ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് അനങ്ങുന്നത് അതിലുമാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. ആദ്യം വലത് കാല്, പിന്നെ ഇടത് കാല്, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസുമായിട്ട് 3 തൊട്ട് 5 റൗണ്ടുകൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കാൽമുട്ടുകളിലേക്ക് വരുന്നു. കാൽമുട്ടുകൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചേർത്ത് വെച്ചുകൊണ്ട്, കാലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് കൈകൾ തുടകളുടെ താഴെ വെച്ച് ബെൻഡ് ആൻഡ് സ്ട്രെച്ച്, ബെൻഡ് ആൻഡ് സ്ട്രെച്ച്, ബെൻഡ് ആൻഡ് സ്ട്രെച്ച്. പിന്നെ ലൈറ്റായിട്ട് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, ചെറിയ വൃത്തങ്ങൾ വരയ്ക്കാം. 3 തവണ ക്ലോക്ക് വൈസ്, 3 തവണ ആൻറ്റി ക്ലോക്ക് വൈസ്. അതിനുശേഷം നമുക്കിനി ഹിപ്പിലേക്ക് വരാം. ഹിപ്പ് റൊട്ടേഷൻ ചെയ്യുന്നത് കൈകൾ ഇടുപ്പിൽ വെച്ചുകൊണ്ട് ഇടുപ്പിനെ 4 വശങ്ങളിലേക്കും വളരെ പതുക്കെ റൊട്ടേറ്റ് ചെയ്യുന്നു. കാൽമുട്ടുകൾ മടക്കാതെ കണ്ണുകൾ അടച്ചു വെച്ച് ശരീരത്തിനുണ്ടാകുന്ന ആ വലിവ് ഒന്ന് അനുഭവിച്ചു കൊണ്ട് ചെയ്യാം. കാൽപാദങ്ങളും അനങ്ങുന്നില്ല.
3 തൊട്ട് 5 റൗണ്ട് ക്ലോക്ക് വൈസ്, പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ്. കഴിയുമ്പോൾ വിശ്രമിക്കാം. അതിനുശേഷം തോളുകളിലേക്ക് വരാം. കൈപ്പത്തികൾ തോളുകളുടെ മുകളിൽ വെച്ചിട്ട് ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം ചെവികൾ മുട്ടിച്ചുകൊണ്ട് കൈകൾ ഉയർത്തുന്നു. നെഞ്ച് വിരിച്ചുകൊണ്ട് ശ്വാസം വിട്ട് കൈകൾ താഴോട്ട് വരുന്നു. ബ്രീത്ത് ഇൻ ആൻഡ് ലിഫ്റ്റ് യുവർ എൽബോസ് അപ്പ്. ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രിങ് ഇറ്റ് ഡൗൺ. ഇതും 3 റൗണ്ടുകൾ ഒരു ദിശയിലേക്ക്, അതിനുശേഷം 3 റൗണ്ടുകൾ വിപരീത ദിശയിൽ. പരമാവധി കൈകൾ ചെവികളോട് ചേർത്ത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കാം. കഴിഞ്ഞ് വിശ്രമിക്കാം. തോളുകൾ കഴിഞ്ഞ് അടുത്ത ജോയിൻറ്റിലേക്ക് പോവാം. കൈയുടെ മുട്ടുകൾ ശക്തിയായിട്ട് മൂക്കിലൂടെ ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് മുട്ട് നിവർത്തുകയും മടക്കുകയും ചെയ്യാം. ബെൻഡ് ആൻഡ് ഫ്ലെക്സ്. റിലാക്സ്. ഇനി അടുത്ത ജോയിൻറ്റിലേക്ക് വരാം. നമ്മുടെ റിസ്റ്റ്, മണിബന്ധം. അപ്പോൾ റിസ്റ്റിൻ്റെ അവിടെ സ്ട്രെച്ച് ചെയ്യാനും ബെൻഡ് ചെയ്യാനുമായിട്ട് കൈകൾ മുകളിലോട്ടും താഴോട്ടുമാക്കാം. മുകളിലോട്ടാക്കുമ്പോൾ പരമാവധി നമ്മുടെ വിരലുകളുടെ അഗ്രഭാഗം ശരീരത്തിലേക്ക് ആകർഷിക്കാം. തിരിച്ച് താഴോട്ട് അതേപടി പരമാവധി മടക്കാം. 2 വശങ്ങളിലേക്കും ചെയ്യാം. ഔട്ട് ആൻഡ് ഇൻ. ആൻഡ് ഫൈനലി റൊട്ടേഷൻ, റിസ്റ്റ് റൊട്ടേഷൻ. വളരെ പതുക്കെ ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു വെച്ച് 3 റൗണ്ടുകൾ ഒരു ദിശ, 3 റൗണ്ടുകൾ വിപരീത ദിശ. കഴിഞ്ഞു. കൈകളൊക്കെ ഒന്ന് കുടഞ്ഞ് റിലാക്സ് ചെയ്യാം. ഇനി ഏറ്റവും അവസാനം നെക്ക് റൊട്ടേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോയിൻ്റാണ് നെക്ക്. പലപ്പോഴും സ്ട്രെസ്സ് അടിഞ്ഞുകൂടുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ കഴുത്ത്. അപ്പോൾ ഇതിനായിട്ട് നെക്ക് റൊട്ടേഷൻ ചെയ്യാം. താടി നെഞ്ചിനോട് അടുപ്പിച്ച് വയ്ക്കുന്നു. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം വലതുവശത്തൂടെ തല ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തൂടെ താഴോട്ട് വരാം. ചെവികൾ പരമാവധി തോളുകളുടെ അടുത്തുകൂടെ പോകാനായിട്ട് ശ്രദ്ധിക്കാം. തോളുകൾ ഉയർത്താതെ ചെയ്യണം. 3 റൗണ്ടുകൾ ഒരു ദിശയിൽ ചെയ്തതിന് ശേഷം 3 റൗണ്ടുകൾ വിപരീത ദിശയിലും ചെയ്യുന്നു. കഴിയുമ്പോൾ സാവധാനം തല ഉയർത്തി തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് സൂക്ഷ്മ വ്യായാമം. കഴിയുന്നതും ഇത്രയും കണ്ണുകൾ അടച്ചു വെച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. പർവ്വതാസനം ചെയ്യാം. 2 കൈകളും ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് വയ്ക്കാം. ഒരു ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം 2 കൈകളും ഒരുമിച്ച് ഉയർത്തുന്നു. മുകളിലെത്തുമ്പോൾ കോർത്ത് പിടിക്കാം. ചൂണ്ടുവിരലുകൾ ആകാശത്തേക്ക് ചൂണ്ടി ബാക്കി വിരലുകൾ ചേർത്ത് പിടിച്ച് ഒരു പർവ്വതം പോലെ ആരോ മുകളിൽ നിന്ന് പിടിച്ചു വലിക്കുന്നത് പോലെ പരമാവധി മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യാം. ശ്വാസം പിടിച്ചു വയ്ക്കരുത്. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ഈ പൊസിഷനിൽ ഒന്ന് വിശ്രമിക്കാം. കുറച്ചുകൂടി ഇടുപ്പിൻ്റെ ഭാഗത്ത് നിന്നും തോളുകളിലും എല്ലായിടത്തും ആ ഒരു വലിവ് അനുഭവിക്കാം. 5-10 സെക്കൻഡുകൾ ആ പൊസിഷൻ അതേപടി ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ ഇരുവശത്തൂടെയും താഴോട്ട് കൊണ്ടുവരാം. ഭുജംഗാസനം ഒരു വേരിയേഷൻ. പല ആസനങ്ങൾക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി വേരിയേഷൻസ് ഉണ്ടാക്കാം. ഇത് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടി എളുപ്പം തോന്നും, അതല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ ചെറിയ വ്യത്യാസം, ഏത് ഭാഗത്താണ് ആ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ഭാഗത്തിനാണ് ഗുണം ചെയ്യുന്നത് എന്നതും നമുക്കൊന്ന് മാറ്റിയെടുക്കാം. പിന്നെ പലപ്പോഴും സാധാരണ ചെയ്യുന്ന ശൈലിയിൽ നിന്നും കുറച്ചുകൂടി എളുപ്പമായിരിക്കാം വേരിയേഷൻസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കമിഴ്ന്ന് കിടക്കാം. ആദ്യം താടി തറയിൽ മുട്ടിച്ചു വയ്ക്കുന്നു. കൈകളും കാലുകളും നീട്ടി നിവർത്തി വയ്ക്കുന്നു. എന്നിട്ട് 2 കൈകളും താടിയുടെ അടിയിലായിട്ട് കമിഴ്ത്തി കോർത്ത് പിടിക്കാം. ഇനി സാവധാനം ഭുജംഗാസനത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ തലയും നെഞ്ചും നാഭിയും പൊക്കിളുടെ ഭാഗവും പതുക്കെ തറയിൽ നിന്ന് ഉയർത്താം. പക്ഷേ ഇത്തവണ ശരീരത്തിൻ്റെ ഭാരം പൂർണ്ണമായിട്ടും ആ കൈകളിൽ അമർത്തി കൊടുക്കുക. കൈകൾ താഴോട്ട് അമർത്തി ഉയരുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഉയർന്നു വരാൻ നമുക്ക് സാധിക്കും. കൈമുട്ടുകൾ നിവർത്താം. തല ഉയർത്തി നേരെയോ ആകാശത്തേക്കോ നോക്കാം.
5-10 സെക്കൻഡുകൾ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ഈ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാം. കഴിയുമ്പോൾ സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് വരാം. ആദ്യം നാഭി, പിന്നെ നെഞ്ച്, പിന്നെ തല. എന്നിട്ട് വിശ്രമിക്കാം. വിശ്രമിക്കാൻ ഏറ്റവും നല്ലൊരു ആസനം മകരാസനമാണ്. ഇനി മകരാസനം ചെയ്യാം. മകരാസനത്തിൻ്റെ അർത്ഥം മുതലയെ പോലെ ശരീരം പരത്തി വെച്ച് കിടക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ മകരാസനം ചെയ്യാം. നമുക്കിന്ന് വലതുവശം പരിശീലിക്കാം. കമിഴ്ന്ന് കിടന്നിട്ട് തല ചരിച്ച് വലതുവശത്തേക്ക് നോക്കാം. വലത് കാല് മടക്കി വയ്ക്കാം. എന്നിട്ട് വലത് കൈ തലയുടെ മുൻപിലായിട്ട്, മുഖത്തിൻ്റെ മുൻപിലായിട്ട് പരത്തി വയ്ക്കുന്നു. ഇടത് കൈ മുഖത്തിൻ്റെ തലയുടെ മുകളിലായിട്ട് പരത്തി തറയിൽ വയ്ക്കുന്നു. എന്നിട്ട് തോളുകൾ അയച്ചിട്ട് ഈ പൊസിഷനിൽ വിശ്രമിക്കാം. എല്ലാ പരിശ്രമങ്ങളും വിട്ടുകളയാം. ശവാസനം പോലെ വിശ്രമിക്കാൻ വേണ്ടിയുള്ള ഒരാസനമാണ് മകരാസൻ. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് കോവിഡ് ബാധിച്ച പേഷ്യൻസിന് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന പ്രോണിങ് എന്ന് പറഞ്ഞ ഒരു രീതിയും മകരാസനവും വളരെ സാമ്യമുള്ളതാണ്. ഓക്സിജൻ കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോഴോ അല്ലെങ്കിൽ ഓക്സിജൻ ലെവൽസ് കുറഞ്ഞിരിക്കുമ്പോഴോ ഏറ്റവും നന്നായിട്ട് പരിശീലിക്കാൻ പറ്റുന്ന ഒരു ആസനമാണ്. ഇതിലൂടെ ഓക്സിജൻ കപ്പാസിറ്റിയും ശ്വാസകോശത്തിൻ്റെ ഒരു എഫിഷ്യൻസിയും കൂട്ടാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്നും കൂടി റീക്യാപ്പ് ചെയ്യാം. ആദ്യം അടി തൊട്ട് മുടി വരെ സൂക്ഷ്മ വ്യായാമം അല്ലെങ്കിൽ സൂക്ഷ്മ യോഗ, അതിനുശേഷം പർവ്വതാസൻ മൗണ്ടൻ പോസ്, ഭുജംഗാസന വേരിയേഷൻ, പിന്നെ മകരാസൻ ക്രോക്കഡൈൽ പോസ്. അപ്പോൾ ഈ 4 നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യൂ. ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും, ഞാൻ എന്നും പറയുന്ന പോലെ. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് വെക്കുമ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും പുതുമയുള്ള യോഗയും പുതിയ ആസനങ്ങളും പ്രാണായാമങ്ങളുമായിട്ട് വീണ്ടും വരും. ആനന്ദ് നാരായൺ സൈനിങ് ഓഫ്. ബൈ ആൻഡ് നമസ്തേ. Better life for better living. ACV മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ. Log on to www.asianit.in.